അടുത്ത കാലത്ത് സെക്യുലറായിട്ട് വിവാഹം കഴിഞ്ഞ നമ്മുടെ കൂട്ടുകാരാണ് അബിൻ പി അശോകും ഐശ്വര്യയും. രണ്ടുപേരെയും ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു മുഖാമുഖത്തിന് വേണ്ടി. അവർ നമ്മുടെ സെക്യുലർ ഫെസ്റ്റിൽ സ്ഥിരം സാധ്യത മനു മനുഷ്യജാതി ആയ സെക്യുലർ മാട്രിമോണിയം എന്ന സൈറ്റ് വഴി പരിചയപ്പെടുകയും അതുവഴി വിവാഹിതരാകുകയും ചെയ്യുന്ന സെക്യുലറിസം പ്രാക്ടീസ് ചെയ്യുന്ന രണ്ടുപേരെയും സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. സുഹൃത്തുക്കളെ, വളരെ മനോഹരമായിട്ട് സംസാരിക്കുകയും അല്ലെങ്കിൽ കലാപരമായ കാര്യങ്ങളിലൂടെ നിങ്ങളെ കേൾപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുള്ള ആൾക്കാരുടെ ഇടയിലേക്കാണ് അധികം സംസാരിച്ച് വശമില്ലാത്ത ഒരാൾ വരുന്നത്. അപ്പോൾ ഇപ്പോഴും ഒരു ടോപ്പിക്കൊന്നും പറഞ്ഞിട്ടില്ല, എന്താണ് സംസാരിക്കേണ്ടതെന്നൊന്നും വലിയൊരു ഐഡിയ ഇല്ല. അപ്പോൾ നമ്മളെങ്ങനെയാണ് കണ്ടുമുട്ടിയതെന്നും സ്വതന്ത്രരായിട്ട് എങ്ങനെ നമുക്ക് കുറച്ച് കാര്യങ്ങളിലെങ്കിലും ഒരു നമ്മുടെ സമൂഹത്തിൽ നിന്നുണ്ടാകുന്ന ചില സമ്മർദ്ദങ്ങളുണ്ടല്ലോ, യാദൃശ്ചികമായി ഇതുവരെ അനുഷ്ഠിച്ചു പോകുന്ന ആചാരങ്ങളോടൊപ്പം തന്നെ നമ്മൾ നിന്നുകൊണ്ട് നമ്മൾ ചെയ്യണമെന്ന് പറയാതെ പറഞ്ഞും അല്ലെങ്കിൽ ഒരു ഇമോഷണൽ ബ്ലാക്ക് മെയിലിങ്ങിലൂടെ പലരും നമ്മളിലേക്ക് ചെലുത്തുന്ന ചില സമ്മർദ്ദങ്ങളുണ്ട്. അപ്പോൾ അതിനെ അതിജീവിക്കാൻ കഴിഞ്ഞു, ഒരു പരിധിവരെയൊക്കെ അതിജീവിക്കാൻ കഴിഞ്ഞു എന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ആ കാര്യങ്ങൾ ഒന്ന് വിശദീകരിക്കാമെന്ന് വിചാരിക്കുന്നു. എൻ്റെ പേര് അബിൻ അശോക് എന്നാണ്. ഇദ്ദേഹത്തിൻ്റെ പേര് ഐശ്വര്യ പങ്കാളിയാണ്. ഇദ്ദേഹത്തിൻ്റെ സ്ഥലം കായംകുളം, എൻ്റെ സ്ഥലം കിളിമാനൂരാണ്, തിരുവനന്തപുരത്തുള്ള. അപ്പോൾ ചെറുതിൽ തൊട്ട് തന്നെ ഞാൻ വീട്ടിലുള്ള അച്ഛനും അമ്മയോടൊക്കെ പറയുമായിരുന്നു, ഞാൻ എങ്ങനെയാണ് സാധാരണ പോലെ ഉള്ള ഒരു വിവാഹത്തിലേക്ക് എനിക്കൊട്ടും താല്പര്യമില്ല. അപ്പോൾ എന്തായാലും ഒരു രജിസ്റ്റർ മാരേജ് ആയിരിക്കും, അതിൽ ജാതിയോ മതമോ ഒന്നും ഉണ്ടാകില്ല എന്നുള്ളൊരു കാര്യമൊക്കെ എപ്പോഴും പറയുമായിരുന്നു. അപ്പോൾ അവരും ഞാൻ ആദ്യമൊക്കെ പറഞ്ഞപ്പോൾ തമാശയുടെ അടുത്തെങ്കിലും പിന്നീട് നിരന്തരം പറഞ്ഞപ്പോഴത്തേക്കും പതിയെ അവരും ആ ഒരു വഴിയിലേക്ക് അവർ മനസ്സിലാക്കി ഞാൻ ഇങ്ങനെയാണ് പോകുന്നതെന്ന്. പക്ഷേ ഭാഗ്യവശാൽ അച്ഛനും അമ്മയും ഇതേപോലെ തന്നെ അത്യാവശ്യം സെക്യുലറായിട്ടുള്ള ആൾക്കാരാണ്. അമ്മയ്ക്ക് കുറച്ചൊരു വിശ്വാസം ഉണ്ടെങ്കിൽ പോലും ഇത്തരം കാര്യങ്ങളിലേക്ക് നമുക്ക് ഒരു വ്യക്തി സ്വതന്ത്രമായി ചിന്തിക്കുന്നതിനെ എതിർക്കുന്ന ഒരാളല്ലായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ എനിക്ക് അഡ്രസ്സ് ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർ പൊതുവേ എന്നേക്കാൾ പ്രായം കുറഞ്ഞ ആൾക്കാരാണ്. എന്ന് വെച്ചാൽ മുകളിലുള്ള ആൾക്കാർ ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും എന്താണ് സ്വതന്ത്ര ചിന്ത എന്നോ എങ്ങനെ ഒരു സ്വതന്ത്ര വ്യക്തികളായി നമുക്ക് വരാമെന്നോ നന്നായിട്ട് അറിയാം, എന്നേക്കാൾ നന്നായിട്ട് അറിയാമെന്നുള്ള ആൾക്കാരാണ്. അപ്പോൾ സ്വതന്ത്രമാകുക എന്നുള്ള ഒരു കാര്യം വരുമ്പോഴത്തേക്കും നമ്മളൊരു വ്യക്തി ഒരു 18 വയസ്സ് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ കാര്യങ്ങൾ, അതായത് ഒരു സ്വന്തം ഇണയെപ്പോലും നമുക്ക് സ്വന്തമായി കണ്ടെത്താൻ കഴിയാത്ത ഒരു സമൂഹത്തിലാണ്. ഇപ്പോഴും കഴിയുന്നില്ല, പലർക്കും കഴിയാത്ത അവസ്ഥയുണ്ട്. ഞാൻ കഴിഞ്ഞ ഒരു ടോക്കിൽ ഞാൻ പറഞ്ഞു വരുന്നു നമുക്കിപ്പോൾ ഈസി ആയിട്ട് കഴിയുമെന്ന് പറഞ്ഞു. പക്ഷേ ഇത് കേട്ടിട്ട് പലരും പറഞ്ഞു അങ്ങനെയൊന്നുമല്ല, ഇപ്പോഴും പറ്റത്തൊന്നുമില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ പാരൻസ് ഉൾപ്പെടെയുള്ളവരും മറ്റുള്ളവരൊക്കെ ഭയങ്കരമായിട്ട് പ്രഷർ ചെലുത്തും. ഇപ്പോൾ ഈ പറഞ്ഞ പുരോഗമനം പറയുന്ന ആൾക്കാരുൾപ്പെടെ ചിലപ്പോൾ പാർട്ടി ആയിരിക്കാം, അങ്ങനെയായിരിക്കാം. അപ്പോൾ അവരുൾപ്പെടെ കുട്ടികളല്ല സ്വതന്ത്ര വ്യക്തികളിലേക്ക് പോലും ഈ ഒരു പ്രഷർ ഇപ്പോഴും ചെലുത്തുന്നുണ്ടെന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ പറയാനുള്ളത് അവരോട്, അതായത് യൂത്തായിട്ടുള്ള ആൾക്കാരോട് പറയാൻ എനിക്ക് തോന്നുന്നൊരു കാര്യം, ഏറ്റവും നിങ്ങളുടെ തീരുമാനങ്ങൾ വളരെ സ്ട്രോങ് ആയിട്ട് എടുക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ളത്. അതിന് സ്വന്തമായിട്ട് നിലനിൽപ്പ് വേണ്ടി വരും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു ജോലി നമ്മൾ സാമ്പത്തികമായി, അപ്പോൾ സ്ത്രീ ആയാലും പുരുഷനായാലും സാമ്പത്തികമായി നമ്മളൊരു സ്വന്തം കാലിൽ നിൽക്കാനായിട്ട് നമ്മളൊന്ന് ശ്രമിക്കുക എന്നുള്ളതാണ്. ചിലപ്പോൾ വളരെ ചെറിയ വരുമാനമായിരിക്കാം, അത് ഏറ്റവും കൂടുതൽ നമ്മളെ ഒരു തീരുമാനം എടുക്കുന്നതിലേക്ക് നമ്മളെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്നൊരു കാര്യമാണ്. പിന്നീട് അവരുടെ ഒരു ഇമോഷണൽ ബ്ലാക്ക് മെയിലിംഗ്, ചില നാടകങ്ങൾ കളിക്കും നമ്മുടെ ബന്ധുക്കളും നാട്ടുകാരൊക്കെ. ഇപ്പോൾ എന്നോട് ചോദിച്ചൊരു കാര്യമുണ്ട്, കല്യാണത്തിന് ഞാൻ ഇങ്ങനെയാണ്, ഞാൻ രജിസ്റ്റർ മാരേജേ കഴിക്കുള്ളൂ, ഞാൻ ജാതി മത ആചാരങ്ങളിലോടൊന്നും പോകില്ല എന്ന് കൃത്യമായി തീരുമാനം എടുത്തപ്പോഴത്തേക്കും പറഞ്ഞാണ്, ഇപ്പോൾ അവനിപ്പോൾ നമ്മളെയൊന്നും വേണ്ട. ഇതാണ് മെയിനായിട്ട് ഏറ്റവും കൂടുതൽ എല്ലാവരും കേൾക്കാൻ പോകുന്നൊരു കാര്യം ഇതാണ്. പിന്നെ രണ്ടാമത്തൊരു കാര്യം വരുന്നത്, വളർത്തി വലുതാക്കി അച്ഛനും അമ്മയൊക്കെ പറയുന്നതൊക്കെ തിരസ്കരിച്ചിട്ട് ഇവനിപ്പോൾ സ്വന്തം കാലിൽ നിൽക്കാറായപ്പോൾ അവനിപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്തു തുടങ്ങി. ഇതൊക്കെ എല്ലാവരും കേൾക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളാണ്. ഈ ഒരു ഇമോഷണൽ ഒരു ബ്ലാക്ക് മെയിലിംഗ് ഉണ്ട്. നമ്മുടെ പാരൻസ് ആയാലും, എൻ്റെ പാരൻസ് അല്ല, അവർ നേരെ ഓപ്പോസിറ്റ് ആയിരുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു ഭാഗ്യം. അപ്പോൾ പാരൻസ് ആയാലും ബന്ധുക്കളായാലും നമ്മുടെ ഫ്രണ്ട്സ് ആയാലും അല്ലെങ്കിൽ നമ്മുടെ അയൽവക്കക്കാരായാലും ഇങ്ങനൊരു ബ്ലാക്ക് മെയിലിംഗ് നടത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇതിന് മറികടക്കാനുള്ള ഒരു മാനസിക ദൃഢത നമ്മൾ കൈവരിക്കുക എന്നുള്ളത് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. നമുക്ക് പലർക്കും ഇല്ലാത്തൊരു കാര്യം അതാണ്. പക്ഷേ ഇപ്പോൾ ജെൻസിയിലേക്കൊക്കെ വരുമ്പോഴത്തേക്കും അവർ കുറേ കൂടെയൊക്കെ മാറുന്നുണ്ട്. പക്ഷേ അതിനോടൊപ്പം തന്നെ ഇപ്പോൾ ഈ ഒരു വിഷയം ഞാൻ പറയുന്നതോടൊപ്പം തന്നെ പറയാൻ വേണ്ടി ഉദ്ദേശിച്ചൊരു കാര്യം, ഇപ്പോൾ ഇവിടെ ഇരുന്നൊരു സാറും പറയുകയുണ്ടായി, അവർ വളരെ ഇപ്പോഴത്തെ ജനറേഷൻ കുറച്ചുകൂടി ശാസ്ത്രീയമായി ചിന്തിക്കുന്ന ആൾക്കാരാണ്, സയൻറ്റിഫിക് ടെമ്പറുള്ള ആൾക്കാരാണ്
എന്ന് പറയുകയുണ്ടായി. എനിക്കത് ഏകദേശം കറക്റ്റായിട്ട് തോന്നുന്നുണ്ട്. പക്ഷേ അതിലൂടെ തന്നെ അവരിൽ നഷ്ടപ്പെടുന്നൊരു സംഗതി, അവരിൽ പലരും അരാഷ്ട്രീയവാദികളാകുന്നു എന്നും കൂടി എനിക്കൊരു തോന്നലുണ്ട്. ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ അംഗമാകണം, അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടിയെ പിന്തുടരണം എന്നുള്ളതല്ല രാഷ്ട്രീയം എന്ന് പറയുന്നത്. അത് നമ്മളെ ചുറ്റും എന്ത് സംഭവിക്കുന്നു, നമ്മുടെ വാർഡ് മെമ്പർ ആരാണ്, നമ്മുടെ പഞ്ചായത്ത് ഭരിക്കുന്ന ആരാണ്, അല്ലെങ്കിൽ നമ്മുടെ സ്റ്റേറ്റ് ഭരിക്കുന്ന ആരാണ്, നമ്മുടെ രാജ്യം ഭരിക്കുന്ന ആരാണ്, അവരെന്ത് ചെയ്യുന്നു എന്നുള്ളത് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഓരോ കുട്ടിയും അത് കൃത്യമായി മനസ്സിലാക്കിയിരിക്കണം എന്നുള്ളത്. നമ്മുടെ ഭരണഘടന എന്താണ്, ഇത് വളരെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കിയിരിക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അത് ഇപ്പോഴത്തെ ഒരു ജനറേഷനിൽ വളരെ കുറവാണ്. അതായത് ഓരോ രാഷ്ട്രീയ പാർട്ടികളുണ്ട്. ഈ രാഷ്ട്രീയ പാർട്ടികൾക്ക് അവരുടേതായിട്ടുള്ള സവിശേഷതകളുണ്ട്. പക്ഷേ നമ്മളിപ്പോൾ ചോദിക്കുമ്പോഴത്തേക്ക് ഇവർ പറയുന്നത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒരുപോലെയാണ്, എല്ലാം ഒന്നാണ്, നമ്മൾ പണിക്ക് പോയി നമുക്ക് ജീവിക്കാം. അങ്ങനെയല്ല എന്നുള്ളതാണ്. ഓരോ പാർട്ടിക്കും അവരുടേതായിട്ടുള്ള വ്യത്യാസങ്ങളുണ്ട്. അവരുടെ ഭരണ രീതിയിലും അവർ സമൂഹത്തിൽ ഇടപെടുന്ന രീതിയിലും എല്ലാം വളരെയധികം വ്യത്യാസങ്ങളുണ്ട്. ഈ വ്യത്യാസങ്ങൾ നമ്മൾ മനസ്സിലാക്കാതെ പോയി കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും നന്നായി സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യാൻ അറിയുന്ന, അല്ലെങ്കിൽ ഏറ്റവും നന്നായി അവരുടെ പൊളിറ്റിക്സിനെ മാർക്കറ്റ് ചെയ്യാൻ അറിയുന്ന പാർട്ടികളിലേക്ക് ഏറ്റവും കൂടുതൽ ആൾക്കാർ പോകും എന്നുള്ളതാണ്. അതിൻ്റെ ആഴത്തിലേക്ക് അവർ പോകാൻ ശ്രമിക്കില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇതിനൊരു ഉദാഹരണമായിട്ട് എനിക്ക് തോന്നുന്നത്, എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്. അപ്പോൾ തദ്ദേശ സ്വയംഭരണ ഇലക്ഷൻ കഴിഞ്ഞ സമയത്താണ്. അപ്പോൾ അദ്ദേഹത്തോട് ഞാൻ ചോദിക്കേണ്ട ഏത് പാർട്ടിക്കാണ് വോട്ട് ചെയ്തതെന്ന് വെച്ചു. ഞാനൊരു CPM പ്രവർത്തകൻ കൂടിയാണ്. അപ്പോൾ അവൾക്കറിയാം ഞാൻ പാർട്ടിയിലുണ്ടെന്നൊക്കെ അറിയാം. അപ്പോൾ ആൾ പറഞ്ഞ ഉത്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ അങ്ങനെ പ്രത്യേകിച്ച് പാർട്ടിയിലൊന്നുമില്ല. അപ്പോൾ തദ്ദേശ സ്വയംഭരണത്തിന് നമുക്ക് 3 വോട്ടുണ്ടല്ലോ, ഈ 3 വോട്ടും 3 പാർട്ടിക്കായിട്ട് വിധിച്ചു കൊടുത്തു. ഒന്ന് CPM, ഒന്ന് BJP, ഒന്ന് കോൺഗ്രസ്. അപ്പോൾ എന്താണ് ഇവരുടെ രാഷ്ട്രീയം എന്നുള്ളത്, അത് പലരും പറയുന്ന കാര്യമാണ്. അപ്പോൾ ഭൂരിഭാഗം പേരും വോട്ട് ചെയ്യാൻ പോയിട്ടില്ല. അതായത് ഞാൻ ചോദിച്ച ആൾക്കാരെ, പോകാൻ സാധ്യതയില്ലാത്ത ആൾ പലരും പോയിട്ടില്ല. പോയ ആൾ ചെയ്തത് ഈ വഴിക്കാണ്. അപ്പോൾ അതെങ്ങനെയാണ് രാഷ്ട്രീയം രൂപപ്പെടുന്നത്? നമ്മളൊരു രാജ്യത്തെ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പാർട്ടി നമ്മൾ ഭരിക്കുന്നതിനായി നമ്മുടെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ഏൽപ്പിക്കുമ്പോൾ ഇവരെങ്ങനെയാണ് അതിനെ കാണുന്നത് എന്നുള്ളൊരു വലിയൊരു പ്രശ്നമുണ്ട്. ആ പ്രശ്നത്തെ കൂടി അഭിമുഖീകരിക്കണം എന്നും കൂടെയാണ് പറയാനുള്ളത്. എൻ്റെ പേര് ഐശ്വര്യ എന്നാണ്. വീട് കായംകുളം. പിന്നെ ഞങ്ങൾ കല്യാണം കഴിഞ്ഞിട്ടിപ്പോൾ 1 ഇയർ ആവാറായി. എനിക്കങ്ങനെ വലുതായിട്ട് സംസാരിക്കാൻ അറിയത്തില്ല. പരിചയപ്പെട്ടത് സെക്യുലർ മാട്രിമോണി വഴിയിട്ടാണ് പരിചയപ്പെട്ടത്. വീട്ടിൽ എൻ്റെ കുറച്ച് ഒരു ഡെലിക്കറി ഒരു കാര്യം കൂടെ പറയണം. നമ്മുടെ മനു മനുഷ്യജാതി എന്നൊരു ആൾ പുള്ളിയുടെ ഉണ്ടാകുന്ന വരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തെ കാണുക എന്നുള്ള ഉദ്ദേശത്തിൽ കൂടിയാണെന്ന് വന്നത്. കാരണം പുള്ളിയുടെ ഒരു സെക്യുലർ മാട്രിമോണി എന്നൊരു സൈറ്റ്, അത് നമ്മളെ ഹെൽപ്പ് ചെയ്തത്, എന്നെ പേഴ്സണലി ഹെൽപ്പ് ചെയ്തത് വളരെ അധികമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഒരു എങ്ങനെ ഒരു സ്വതന്ത്രയായ ഒരു വ്യക്തിയെ തിരഞ്ഞെടുക്കാമെന്ന് നമുക്ക് കണ്ടെത്താൻ വളരെ പ്രയാസമാണ്. ഒന്നാമത്തെ കാര്യം, നമുക്ക് പാരൻസ് വഴിയോ അല്ലെങ്കിൽ മറ്റ് ബന്ധുക്കൾ വഴി പോയിക്കത് തീർച്ചയായും അവർ മതം ജാതിയെല്ലാം കുത്തിക്കയറ്റി. പക്ഷേ അങ്ങനെയല്ല എന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് മാത്രമേ നമുക്ക് ഒരു പങ്കാളെ കണ്ടെത്താൻ വേണ്ടി സാധിക്കുള്ളൂ. നമ്മൾ സ്വയം നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ കണ്ടെത്താൻ വേണ്ടി വളരെ അപൂർവമായിരിക്കും. നമ്മൾ ഈ നേരിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ കാണുന്ന സ്വതന്ത്ര ഇന്ദ്രരായിട്ടുള്ള അങ്ങനെയുള്ള ആൾക്കാരൊക്കെ വളരെ കുറവാണ്. അപ്പോൾ ഈ ഒരു സൈറ്റ് ഒത്തിരിയധികം എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എന്നും കൂടി പറയുന്നു. അതും കൂടെ എനിക്കൊരു പ്രശ്നം, എനിക്ക് പ്രണയിക്കാൻ വളരെ അറിയില്ല. ഇപ്പോൾ പഠിച്ചു വരുന്നു, പഠിപ്പിക്കുന്നുണ്ട്. വീട്ടിൽ ആദ്യം നല്ല പ്രഷർ ഉണ്ടായിരുന്നു. അമ്മയ്ക്കും അച്ഛനും ഇങ്ങനെ ഒരു ജാതി മതമൊന്നും നോക്കുന്നില്ല. പിന്നെ രജിസ്റ്റർ മാരേജ് എന്ന് പറഞ്ഞപ്പോൾ ഒന്നുകൂടി പ്രശ്നമുണ്ടായിരുന്നു. പിന്നെ ചേച്ചി നല്ല സപ്പോർട്ടായിരുന്നു. അപ്പോൾ ചേച്ചി പറഞ്ഞ് മനസ്സിലാക്കി. പിന്നെ അഭി പറഞ്ഞ് അങ്ങനെ സംസാരിച്ചു. അങ്ങനെ പിന്നെ അവർ ഓക്കെ ആയി. സംസാരിച്ചപ്പോൾ കുഴപ്പമില്ലായിരുന്നു. വീട്ടിൽ ഇതുപോലെ അമ്പലത്തിൽ പോകുന്നതിനും എല്ലാത്തിനും ഇങ്ങനെ നിർബന്ധമുള്ള അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡുള്ള പേരൻസ് ആയിരുന്നു. പിന്നെ കല്യാണം കഴിഞ്ഞപ്പോൾ ഇപ്പോൾ അങ്ങനെ നിർബന്ധിക്കാൻ ആരുമില്ല. നമ്മുടെ സ്വാതന്ത്ര്യം അനുസരിച്ച് ജീവിക്കാം, അങ്ങനെയാണ്. അതെ, എനിക്കും രജിസ്റ്റർ മാരേജ് ചെയ്യാനായിരുന്നു താല്പര്യം. ജാതി മതം പണ്ടേ നോക്കുന്നില്ല എന്ന് തീരുമാനിച്ചായിരുന്നു. രജിസ്റ്റർ മാരേജ് ആയിരുന്നു താല്പര്യം. അത് ചേച്ചി വഴിയാണ് ഇങ്ങനൊരു സൈറ്റ് ഉണ്ടെന്ന് മനസ്സിലായത്. ചേച്ചിയും സെക്യുലർ ആശയത്തിലുള്ളതാണ്. പക്ഷേ കല്യാണം കഴിച്ചേക്കുന്നത് ഒരു അല്ലാത്ത ഒരാളെയാണ്. അപ്പോൾ രണ്ടായിട്ട് മിക്സ് ചെയ്യുന്നു.
അങ്ങനെ തോന്നിയത് പണ്ട് തൊട്ട് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ നമുക്ക് തോന്നും. പിന്നെ അല്ലാതുള്ളവരുടെ സംസാരം കേൾക്കും, അങ്ങനെയൊക്കെ ആയിരുന്നു. അല്ല, തീർച്ചയായും. അതായത് എന്നെ എങ്ങനെയാണോ വളർത്തിയത് അതേ രീതിയിൽ തന്നെ മക്കളെയും വളർത്തുക എന്നുള്ളതാണ് എൻ്റെ ഒരു ഉദ്ദേശം. അതായത് അമ്മ ഒരു വിശ്വാസിയായിരുന്നു, അമ്മാമ്മ ഒക്കെ നല്ല കടുത്ത വിശ്വാസിയായിരുന്നു, അച്ഛൻ വിശ്വാസി ആയിരുന്നില്ല. പക്ഷേ അമ്മ എന്നോട് വിശ്വാസിയാകണമെന്നോ അച്ഛൻ എന്നോട് വിശ്വാസിയാകരുതെന്നോ എന്നെ ഇതുവരെ പഠിപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ്. അത് അങ്ങനെയാണ് ഞാൻ മോൾഡ് ചെയ്യപ്പെട്ടത്. അപ്പോൾ അതുപോലെ തന്നെ ഞങ്ങളുടെ കുട്ടികളുണ്ടാകുമ്പോൾ ആ കുട്ടികളെയും അതുപോലെ തന്നെ വളർത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇവിടെ ഇരുന്ന് അദ്ദേഹം ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നു, ഞാൻ ക്ലിയർ ആയില്ല. അതെ. അല്ല, പാർട്ടി ഒരിക്കലും ഇതിനെ പ്രോത്സാഹിപ്പിക്കത്തല്ലേ ഉള്ളൂ, ഒരിക്കലും എതിർക്കില്ല. അതൊക്കെ ഒരു പ്രിവിലേജാണ്. അപ്പോൾ ഇൻ കേസ് എനിക്ക് ഒന്നിനും പറ്റാതായി കഴിഞ്ഞാൽ അതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും അത് അങ്ങനെ ആകാൻ പാടില്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ്. ഒരു പാർട്ടി ഇടപെട്ട് നമ്മളൊരു വ്യക്തിയുടെ കല്യാണത്തിന് സഹായിക്കേണ്ട ഒരു അവസ്ഥ സമൂഹത്തിൽ ഉണ്ടാവാൻ പാടില്ല. നമുക്ക് സ്വതന്ത്രമായി ആരുടെയും സഹായമില്ല രണ്ട് വ്യക്തികളായി തന്നെ കല്യാണം കഴിക്കാൻ സാധിക്കണം എന്നുള്ളത്. അല്ലാതൊക്കെ പാർട്ടി എപ്പോഴും സപ്പോർട്ട് ചെയ്യും. അങ്ങനെ സെക്യുലറായിട്ടുള്ള വിവാഹങ്ങളെയൊക്കെ പാർട്ടി എപ്പോഴും സപ്പോർട്ട് ചെയ്യുന്നതാണ്. പക്ഷേ അങ്ങനെ അല്ലാതെ കല്യാണം കഴിക്കേണ്ടുന്നൊരു അവസ്ഥ സമൂഹത്തിൽ ഉണ്ടാകണം എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. പാർട്ടി തുറന്ന് എതിർക്കല്ല, പാർട്ടി സപ്പോർട്ട് ചെയ്യത്തല്ലേ ഉള്ളൂ. ഓക്കെ. അല്ല എനിക്ക് ക്ലിയർ ആയില്ല. അതായത് പാർട്ടി സപ്പോർട്ട് ചെയ്യില്ലെന്നാണോ അതോ സപ്പോർട്ട് ചെയ്യുന്നതാണോ? ഞാനൊരു പാർട്ടിപരമായിട്ടുള്ള ഒരു രാഷ്ട്രീയ ഇതിലേക്ക് കടക്കുന്നില്ല. തീർച്ചയായും ഓക്കെ. വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങളുണ്ടാവും. ഞാൻ അദ്ദേഹം എന്നോട് CPM എതിർത്തുനിന്ന് ചോദിച്ചതുകൊണ്ട് മാത്രം അതിന് മറുപടി കടന്നതാണ്. രാഷ്ട്രീയ കാര്യങ്ങളിലേക്ക് സംസാരിക്കാൻ എന്തായാലും താല്പര്യപ്പെടുന്നില്ല. ചെന്നൈയിലൊക്കെ ഉള്ള ഈ തേങ്ങാ പിണ്ണാക്കും പിന്നെ മറ്റേ വേപ്പിൻ പിണ്ണാക്കും ഒക്കെ മൊത്തത്തിലെടുത്ത് നാഷണൽ പെർമിറ്റ് വണ്ടിയിൽ കച്ചവടമൊക്കെ നടത്തുന്ന ആൾക്കാരാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അതെന്നെ ഞെട്ടിപ്പിക്കുന്ന ഒരു സംഭവമായിരുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇവിടെ എങ്ങനെ ഏർപ്പാട്? അത് എനിക്ക് 10,000 രൂപ തരും. ഇപ്പം ബാക്കി ഇവിടെ ഇരിക്കാനുള്ള സൗകര്യമൊക്കെ അവർ തന്നെ ഏർപ്പാടാക്കിയിരിക്കാൻ. അത് കഴിഞ്ഞ് പിന്നെ ഒരാളിനെ കൂടെ ഞാൻ കണ്ടു, ഇതുപോലെ ഗരുഡ നേടേണ്ടവരെ, പുള്ളി ഒരു സമുദായ നേതാവാണ്. അപ്പം ഇങ്ങനെ ഈ ശാസ്ത്രീയമായിട്ട് ഉപയോഗിക്കേണ്ട ഇൻ്റർനെറ്റ് അതുപോലുള്ള പ്ലാറ്റ്ഫോമുകളൊക്കെ ഉപയോഗിക്കുന്നത് ഇതിന് വിരുദ്ധരായിട്ടുള്ള ആളുകളാണ്. അതുപോലെ ഇപ്പോൾ നമ്മുടെ ഈ കമ്പ്യൂട്ടർ ജാതകം, ഞാൻ കമ്പ്യൂട്ടർ സൊസൈറ്റിക്ക് പരാതി കൊടുത്തിട്ടുണ്ട്. കാരണം ഇത് അനേകം ബുദ്ധിമാന്മാരായ ആളുകൾ അൽഗോരിതമൊക്കെ ഉപയോഗിച്ച്, എനിക്ക് അൽഗോരിതം പഠിച്ച ഒരുപാട് പേരെ അറിയാം, അതുകൊണ്ടാണ് പറഞ്ഞത്, അങ്ങനെ ഉള്ളവർ കണ്ടുപിടിച്ച ചില സോഫ്റ്റ്വെയറും ഒക്കെ ഈ 7ാം ക്ലാസ്സിൽ തോറ്റവനും 9ാം ക്ലാസ്സിൽ തോറ്റവനും നിരങ്ങി അയച്ചവനും ഒക്കെയാണ് ഉപയോഗിക്കുന്നത് കൂടുതലും. അപ്പോൾ അതിനെ അതിജീവിക്കാനായി ഇതുപോലുള്ള സെക്കുലർ മാട്രിമോണി പോലുള്ളത് കുറേ കൂടി ശക്തമാകുകയും, അത് കൊമേഴ്സ്യലായാലും തിരക്കടില്ല, എത്ര മാക്സിമം കമേഴ്സ്യൽ ഇപ്പോൾ അവർ വാങ്ങിക്കുന്ന പൈസക്കാട്ട് കൂടുതലാണെങ്കിലും കുഴപ്പമൊന്നുമുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം അത് ശക്തമാക്കേണ്ടത് ആവശ്യകത അല്ലേ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. കാരണം ഒരുപാട് പേര് ഈ അടുത്ത കാലത്ത് എന്നെ വിളിച്ചിട്ട് അവർക്ക് ആർക്കും അറിഞ്ഞൂടാ. എന്നിട്ട് ഞാനാണ് നമ്മുടെ ഷാജിയുടെയും ഈ മനുവിൻ്റെയൊക്കെ ഇതൊക്കെ കൊടുത്തത് അവർക്ക്. എനിക്കൊരു അഭിപ്രായമുള്ളത്, നമ്മൾ ഈ സോഷ്യൽ മീഡിയയൊക്കെ വിരുദ്ധമായിട്ട് ഉപയോഗിക്കുന്നു എന്ന് പറയുമ്പോഴത്തേക്കും നമ്മളൊരു ജനാധിപത്യ രാജ്യത്ത് ജീവിക്കുമ്പോഴത്തേക്കും നമുക്ക് മണ്ടത്തരങ്ങൾ പണക്കെറ്റ് ചെയ്യാനുള്ള ഒരു അവസരം കൂടി എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ജാതി മതവും അവർ പ്രൊമോട്ട് ചെയ്തുകൊണ്ടേയിരിക്കും. പിന്നെ ഈ പറഞ്ഞ പോലെ കൊമേഴ്സ്യലാക്കുന്നുണ്ടല്ലോ പ്രശ്നം. എനിക്ക് തോന്നുന്നു അവർ എത്തിക്സും കൂടി നോക്കുന്നുണ്ടല്ലോ. ഇതിലൊരു എത്തിക്സ് ഒക്കെ നോക്കി കൂടുതലായിട്ട് നോക്കുമ്പോഴത്തേക്കും ബിസിനസ് എത്തിക്സും കൂടി നമുക്ക് 100% കോറിലേറ്റഡ് ആയിട്ട് പോകത്തില്ല, അങ്ങനെ പോകാൻ സാധ്യതയില്ല. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹമാണ് ഞാനതിൽ അതിൻ്റെ ഒപ്പം നിന്ന് അതിൽ പ്രചരണം നടത്തുന്നു, അല്ലെങ്കിൽ പലപ്പോഴും അവരുടെ പോസ്റ്റുകൾ ഷെയർ ചെയ്യുന്നതിനുൾപ്പെടെ അതിനപ്പുറം അല്ലാതെ പുള്ളി എനിക്ക് ഹെൽപ്പ് ചെയ്യാൻ ഒരിക്കലും സാധിച്ചിട്ടില്ല, മനു എന്ന് പറഞ്ഞ വ്യക്തിയെ. അപ്പോൾ അതിൽ കൊമേഴ്ഷ്യലാക്കുന്നതുകൊണ്ട് എനിക്ക് പ്രശ്നമൊന്നുമില്ല. പക്ഷേ അത് എത്രത്തോളം പ്രാക്ടിക്കലായിട്ട് നമുക്ക് ഈ ഒരു എത്തിക്സിനകത്ത് നിന്നുകൊണ്ട് നടപ്പാക്കാൻ കഴിയുന്നുള്ള കാര്യമൊക്കെ അത് പുള്ളി ചിന്തിക്കേണ്ട കാര്യമാണ്. എനിക്കും സംശയമുണ്ട് അതെങ്ങനെ സക്സസ്ഫുള്ളായിട്ട് കൊണ്ടുപോകാൻ കഴിയും എന്നുള്ളത്.